ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾ അൽബേനിയ മോണ്ടിനിഗ്രോ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അതിൽ സ്റ്റേ, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, നിങ്ങൾ കൊണ്ടുവരേണ്ട ഡോക്യുമെൻറ്റ്സ്, നിങ്ങൾക്ക് എന്താ പറയുക, ഏതെല്ലാം സ്ഥലങ്ങൾ ആദ്യം കാണണം പിന്നെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് പറ്റിയ ചില അബദ്ധങ്ങളും ഒക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ബസ് ടെർമിനലിലെത്തി അവിടുന്ന് ഫ്ലിക്സ് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം. അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഷെറിൻ പറയും എന്താ സംഭവിച്ചതെന്നുള്ളത്, ഞങ്ങൾക്ക് എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് ഈ ട്രിപ്പിനകത്ത് പറ്റിയെന്നുള്ളതും ഷെറിൻ പറയും. ഷെറിനെ, ബസ് ടെർമിനലിൽ നിന്ന് ഞങ്ങൾ പോയത് പോട്ട്കോറിക്കയ്ക്കാണ്. പോട്ട്കോറിക്കയിൽ ഞങ്ങൾ എത്താൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 3-4 മണിക്കൂർ എടുത്തു. ആ ട്രാവലെന്ന് പറഞ്ഞാൽ കുറച്ച് ഹൊറിബിളായിരുന്നു. ബിക്കോസ് ഞങ്ങൾ കഴിഞ്ഞ രാത്രി തൊട്ടേ ഫുള്ള് ട്രാവലാണ്. ഞങ്ങൾ UK-ന്ന് തന്നെ നല്ല ഏകദേശം ഒരു 9 to 10 hours ഞങ്ങൾ ട്രാവൽ ചെയ്താണ് വന്നത്. അതിൻ്റെതായ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നത് ഒരു 3 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് മോണ്ടിനിഗ്രോയുടെ ബോർഡർ എത്തിയത്. അവിടെ 2 ചെക്കിംഗ് ഉണ്ടായിരുന്നു. അവിടെ തന്നെ അവരും ഞങ്ങളോട് അത്ര നല്ലതായിട്ടല്ല പെരുമാറിയത്. കുറച്ച് റൂഡെന്നല്ല പറയാ, അതായത് നമ്മൾ ഈ വിസ കാണിക്കണം. അപ്പം ഈ വിസയുടെ ചെക്കിങ് അത് മാത്രമല്ല, നമുക്ക് നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. നമുക്കൊരു ഒന്ന് നോക്കിയെടുക്കാനുള്ള സാവകാശം പോലും ഞങ്ങൾക്ക് തരുന്നുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ ഈ വിസയാണ് എടുത്തില്ല. അത് നമുക്ക് ആ നെറ്റ്വർക്കിന്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ചെറിയൊരു താമസം പിടിച്ചു. എന്നാലും അത് സക്സസ് ആയി. ഞങ്ങൾ അവിടുത്തെ കാണിച്ചു, ഞങ്ങൾക്ക് വിസ അടിച്ചിട്ട് ഞങ്ങൾക്ക് ഇപ്പുറത്തേക്ക് മോണ്ടിനിഗ്രോയിലേക്ക് വരാനുള്ള ഒരു അനുമതി കിട്ടി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു ഏകദേശം 1 hour ട്രാവലിൽ ഞങ്ങൾ പോട്ട്കോറിക്കയിലെത്തി. പോട്ട്കോറിക്കയിലെത്തി കഴിഞ്ഞിട്ട് അവിടെയും ചെറിയൊരു ഡിലേ ഉണ്ടായി. അടുത്തത് എങ്ങോട്ട്, ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങൾ Airbnb ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ പോട്ട്കോറിക്കയിൽ നിന്ന് ടാക്സി കിട്ടാൻ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. ഞങ്ങളാണെങ്കിൽ ചേച്ചി എങ്ങനെയായിരുന്നു, ടാക്സി വളരെ കുറവാണ്. നമുക്ക് രാത്രിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടാക്സി വളരെ കുറവല്ലേ. അതെ, ഊബർ അങ്ങനത്തെ ഊബർ സൗകര്യം ഇല്ല. ഊബർ ഇല്ല, ബോൾട്ട് ഇല്ല. നമ്മുടെ UK-യിൽ ഉപയോഗിക്കുന്ന ഒരു സാധനങ്ങൾ ഒന്നുമില്ല. ഒരു ആപ്സും ഇവിടെ അവൈലബിൾ അല്ല. ഒൺലി ഓൺലൈൻ റെന്റൽ കാർസ് മാത്രമേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു യൂറോപ്യൻ കൺട്രി എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ അൽബേനിയയിലേക്കോ മോണ്ടിനിഗ്രോയിലേക്കോ വരരുത്. അതേ അല്ല, യൂറോപ്യൻ കൺട്രി ആ UK-യുടെ ഒരു ടച്ചേ നമ്മൾ മനസ്സിൽ വിചാരിക്കുകയേ ചെയ്യരുത്. എന്നിട്ട് പോട്ട്കോറിക്ക, അതായത് ബസ് ടെർമിനലിൽ നിന്ന് ഞങ്ങൾക്ക് ടാക്സി സെയിം തന്നെ, ഒരു ടാക്സിക്ക് അറൗണ്ട് 30 pound ആയി. അങ്ങനെ 2 ടാക്സി ഞങ്ങൾക്ക് ബുക്ക് ചെയ്യേണ്ടി വന്നു. എന്നിട്ടാണ് ഞങ്ങൾ ഏകദേശം ഒരു 10 മണിയോടുകൂടി ഞങ്ങളുടെ വീട്ടിലെത്തി. വീട് അടിപൊളിയായിരുന്നു. അപ്പം നമ്മൾ ബസ് ടെർമിനലിലെത്തി അവിടുന്ന് ഫ്ലിക്സ് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം. അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഷെറിൻ പറയും എന്താ സംഭവിച്ചതെന്നുള്ളത്, ഞങ്ങൾക്ക് എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് ഈ ട്രിപ്പിനകത്ത് പറ്റിയെന്നുള്ളതും ഷെറിൻ പറയും. ഷെറിനെ, ബസ് ടെർമിനലിൽ നിന്ന് ഞങ്ങൾ പോയത് പോട്ട്കോറിക്കയ്ക്കാണ്. പോട്ട്കോറിക്കയിൽ ഞങ്ങൾ എത്താൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 3-4 മണിക്കൂർ എടുത്തു. ആ ട്രാവലെന്ന് പറഞ്ഞാൽ കുറച്ച് ഹൊറിബിളായിരുന്നു. ബിക്കോസ് ഞങ്ങൾ കഴിഞ്ഞ രാത്രി തൊട്ടേ ഫുള്ള് ട്രാവലാണ്. ഞങ്ങൾ UK-ന്ന് തന്നെ നല്ല ഏകദേശം ഒരു 9 to 10 hours ഞങ്ങൾ ട്രാവൽ ചെയ്താണ് വന്നത്. അതിൻ്റെതായ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നത് ഒരു 3 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് മോണ്ടിനിഗ്രോയുടെ ബോർഡർ എത്തിയത്. അവിടെ 2 ചെക്കിംഗ് ഉണ്ടായിരുന്നു. അവിടെ തന്നെ അവരും ഞങ്ങളോട് അത്ര നല്ലതായിട്ടല്ല പെരുമാറിയത്. കുറച്ച് റൂഡെന്നല്ല പറയാ, അതായത് നമ്മൾ ഈ വിസ കാണിക്കണം. അപ്പം ഈ വിസയുടെ ചെക്കിങ് അത് മാത്രമല്ല, നമുക്ക് നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. നമുക്കൊരു ഒന്ന് നോക്കിയെടുക്കാനുള്ള സാവകാശം പോലും ഞങ്ങൾക്ക് തരുന്നുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ ഈ വിസയാണ് എടുത്തില്ല. അത് നമുക്ക് ആ നെറ്റ്വർക്കിന്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ചെറിയൊരു താമസം പിടിച്ചു. എന്നാലും അത് സക്സസ് ആയി. ഞങ്ങൾ അവിടുത്തെ കാണിച്ചു, ഞങ്ങൾക്ക് വിസ അടിച്ചിട്ട് ഞങ്ങൾക്ക് ഇപ്പുറത്തേക്ക്
മോണ്ടിനെഗ്രോയിലേക്ക് വരാനുള്ള ഒരു അനുമതി കിട്ടി. കിട്ടി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു ഏകദേശം 1 അവർ ട്രാവലിൽ ഞങ്ങൾ പോട്ട്കോറിക്കയിലെത്തി. പോട്ട്കോറിക്കയിലെത്തി കഴിഞ്ഞിട്ട് അവിടെയും ചെറിയൊരു ഡിലേ ഉണ്ടായി. അടുത്തത് എങ്ങോട്ട് ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങൾ Airbnb ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ പോട്ട്കോറിക്കയിൽ നിന്ന് ടാക്സി കിട്ടാൻ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. ഞങ്ങളാണെങ്കിൽ ചേച്ചി എങ്ങനെയായിരുന്നു? ഇവിടെ ശരിക്ക് ടാക്സി വളരെ കുറവാണ്. നമുക്ക് അതും രാത്രിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടാക്സി വളരെ കുറവല്ലേ, നമുക്ക് കിട്ടാൻ ഭയങ്കര അതെ ഊബർ അങ്ങനത്തെ ഊബർ സൗകര്യം ഇല്ല. ഇല്ല ഊബർ ഇല്ല, ബോൾട്ട് ഇല്ല. നമ്മുടെ UK ഉപയോഗിക്കുന്ന ഒരു സാധനങ്ങൾ ഒന്നുമില്ല, ഒരു ആപ്സും ഇവിടെ അവൈലബിൾ അല്ല. ഒൺലി ഓൺലൈൻ റെന്റൽ കാർസ് മാത്രമേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു യൂറോപ്യൻ കൺട്രി എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ അൽബേനിയയിലേക്കോ മോണ്ടിനെഗ്രോയിലേക്കോ വരരുത്. അത് അതേ അല്ല, യൂറോപ്യൻ കൺട്രി ആ UK ഒരു ടച്ചേ നമ്മൾ മനസ്സിൽ വിചാരിക്കുകയേ ചെയ്യരുത്. എന്നിട്ട് പോട്ട്കോറിക്ക, അതായത് ബസ് ടെർമിനലിൽ നിന്ന് ഞങ്ങൾക്ക് ടാക്സി സെയിം തന്നെ ഒരു ടാക്സിക്ക് അറൗണ്ട് 30 പൗണ്ട് ആയി. അങ്ങനെ 2 ടാക്സി ഞങ്ങൾക്ക് ബുക്ക് ചെയ്യേണ്ടി വന്നു. എന്നിട്ടാണ് ഞങ്ങൾ ഒരു ഏകദേശം ഒരു 10 മണിയോടുകൂടി ഞങ്ങളുടെ വീട്ടിലെത്തി. വീട് അടിപൊളിയായിരുന്നു, വീടിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതൊരു ഇച്ചിരി റിമോട്ട് ലൊക്കേഷനിലാണ്, അതാണ് പ്രശ്നം. ഇവിടുന്ന് ഞങ്ങള് ഏതൊരു അട്രാക്ഷനിലേക്ക് അല്ലെങ്കിൽ ലൊക്കേഷനിലേക്ക് പോകണമെങ്കിലും ഞങ്ങൾ പിന്നെയും ടാക്സി വിളിക്കേണ്ടി വരും. അല്ലെങ്കിൽ അതിലും ഏകദേശം ഇത്രയും തന്നെ യൂറോ ആണ് ട്രാൻസ്പോർട്ടേഷൻ ആവുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, അയാൾ നമ്മളെ ഒരു ലൊക്കേഷനിൽ കൊണ്ടുപോയില്ല, വാട്ടർഫോൾസ്. നിയാഗ്ര വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ കൊണ്ടുപോയി. ആ സ്ഥലമൊക്കെ നല്ലതായിരുന്നു. തൊട്ടടുത്തായിട്ടൊരു ഒരു വാട്ടർഫോൾസ്, അതാണ് നമ്മളിവിടെ വന്ന് കണ്ടത്. അത് കഴിഞ്ഞ ശേഷം ഇപ്പം ഇനി നാളെയാണ് ഞങ്ങൾ ബൊഡുവയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇവിടെ വരുന്നവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ബൊഡുവയിൽ പോയിട്ട് റൂം എടുക്കുക, അല്ലെങ്കിൽ അവിടെ പോയിട്ട് Airbnb ഒക്കെ ബുക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഈ ഒരു ട്രാൻസ്പോർട്ട് ചാർജ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഞങ്ങൾ ഓൾറെഡി അത് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞങ്ങൾ നാളെ രാവിലെ ഇനിയും ഇവിടുന്ന് ടാക്സി പിടിച്ച് ബൊഡുവയിലേക്ക് ഇനിയും ഒത്തിരി ദൂരമുണ്ട്, അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ അത്യാവശ്യം എമൗണ്ട് ആവും. അപ്പ് ആൻഡ് ഡൗൺ ഞങ്ങൾക്ക് ആവുന്നത് അറൗണ്ട് 85 യൂറോ ആണ് ഇവിടുന്ന് ബഡുവയിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ. പക്ഷേ ഒരു റെൻ്റേ കാറോ അല്ലെങ്കിൽ അടുത്തുള്ള ലൊക്കേഷനിലോ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ എക്സ്പെൻസ് ഉണ്ടാവില്ലായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് ഇത്രയും ട്രാവൽ ചെയ്തിട്ട് ഞങ്ങൾക്ക് ആകെപ്പാടെ ഒരു വാട്ടർഫോൾസ് മാത്രമാണ് കാണാൻ പറ്റിയത്. പക്ഷെ നമുക്ക് നല്ല വീട് കിട്ടി. പക്ഷെ എല്ലാ സൗകര്യങ്ങളുള്ള വീട് കിട്ടിയത്. പക്ഷെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ആകെപ്പാടെ പാപ്രിക്ക മുളകും അല്ല, അതൊരു സത്യമാണ്. കാരണം ഞങ്ങളിവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ UK ഒരു സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര ഒരു രസമാണ്, പറയുമ്പം രസമാണ്. കാരണം എന്താ പറയുക, നമ്മൾ UK പോലെ ആ ഒരു ആക്സെൻറ്റ് ഇംഗ്ലീഷൊക്കെ വെച്ച് ഇവിടെ പറയാമെന്ന് വെച്ചാൽ അങ്ങനെ വിചാരിക്കുകയേ വേണ്ട. കാരണം ഇവർക്ക് നമ്മുടെ അത്ര പോലും അറിയത്തില്ല. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഉള്ളൂ. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ ചെറിയൊരു ഷോപ്പിൽ പോയി, അവിടെ പോയി ഞങ്ങൾ ഒരു നമുക്ക് കുറച്ച് സ്പൈസിലൊക്കെ ഫുഡ് കഴിക്കണമല്ലോ, കാരണം ഇവിടെ അടുത്തൊന്നും റെസ്റ്റോറൻറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ആകെ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു പേപ്പറിക്ക മുളക് പൊടിയാണ്, മുളകും ഉപ്പും വെച്ചിട്ടാണ് ഫ്രൈഡ് റൈസും മുട്ടക്കറിയും ഉണ്ടാക്കിയത്. ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയത്. അതെ, അങ്ങനെ മാത്രല്ല ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. മാത്രല്ല നമ്മൾ അവിടെ പോയിട്ട് ചില്ലി പൗഡർ എന്ന് വെച്ചപ്പോൾ അവര് ചില്ലി പൗഡറോ, അവർക്കത് പറയാൻ പോലും അറിയില്ല. അവരിങ്ങനെ മസാല എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അറിയത്തില്ല, അതറിയില്ല. നമുക്ക് വേണ്ടുന്ന സാധനം എന്താന്ന് നമ്മുടെ പേര് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സോസുകളുടെ പേര് ഒന്നും അവർക്ക് അറിയത്തില്ല. പലപ്പോഴും നമ്മൾ ആംഗ്യ ഭാഷയിലൂടെയാണ് ഇവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മള് ഇപ്പോ അങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് വേണം. അതെ, ട്രാൻസ്ലേറ്റ് അതെ, അതൊരു പോയിന്റാണ്. കാരണം നമുക്ക് ഇപ്പം നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ് ഇവരുടെ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ട്രാൻസ്ലേറ്റർ വേണമായിരുന്നു. പക്ഷേ ഞങ്ങൾ അതിൽ സിമ്മും ഇല്ല, ഞങ്ങൾ സിം എടുത്തില്ലായിരുന്നു. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുക്കാനാണ് ഞങ്ങൾ സിം എടുത്തില്ല എയർപോർട്ടിൽ നിന്ന്. ഞങ്ങൾക്ക് ഒരു ആക്സസും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആകെപ്പാടെ വൈഫൈ അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്റർനെറ്റ് കിട്ടിയത് വീട്ടിൽ വന്നിട്ട് ഇവിടുത്തെ വൈഫൈ കണക്ട് ചെയ്തിട്ടാണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് പുറത്ത് പോവുകയാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഒരു രീതിയിലും ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ആകെപ്പാടെ നമുക്ക് അറിയാവുന്ന ഭാഷയിലോട്ട്, അതായത് ആംഗ്യം കാണിച്ച് വരെ മനസ്സിലാക്കുക, അത് മാത്രമുള്ളായിരുന്നു. ഇനി വരുന്നവർ എന്താ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ, മാക്സിമം നിങ്ങളുടെ കയ്യിൽ UK ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ടിരാനയിൽ നിന്ന് തന്നെ ഒരു വണ്ടി
ബുക്ക് ചെയ്യുക. കാരണം യു കെയിലുള്ള ഒരു ബുദ്ധിമുട്ടും ഇവിടെ വണ്ടി ഓടിക്കാനില്ല. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണെന്നേ ഉള്ളൂ, വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. തോന്നിയ പോലെയാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നത്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ വണ്ടി ബുക്ക് ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പോലെ ഈ ട്രാൻസ്പോർട്ടിൻ്റെ ഒരു പൈസ ഞങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. അതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷന്റെ ഇത്, പിന്നെ ഈ സിമ്മ്, പിന്നെ അത്യാവശ്യമായിട്ട് വേറെ എന്തായിരുന്നു നമുക്ക് വേണ്ടത്? അതെ, പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഫുഡ് ഐറ്റംസ് കയ്യിൽ വെക്കും. ഞങ്ങള് ശരിക്കും വിചാരിച്ചത് ഫ്ലൈറ്റിൽ നമുക്ക് നല്ല ചെക്കിംഗ് ഉണ്ടാവുന്ന, ഞങ്ങള് കറക്റ്റ് ഒരു കുഞ്ഞു ബാഗ് 40x30x20 സെന്റിമീറ്റർ ആണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ഒരു വിധത്തിലുള്ള ചെക്കിംഗ് അവിടെ ഉണ്ടായിരുന്നില്ല. ആകെപ്പാടെ സ്കാനിങ്ങിൽ പോലും ബാഗ്, ഒരു മീഡിയം സൈസ് ബാഗ്, അത്യാവശ്യമുള്ള സാധനങ്ങൾ കരുതാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ അത് എത്രത്തോളം സേഫ് ആണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ വന്നപ്പം ഞങ്ങൾക്ക് ചെക്കിംഗ് ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പം നിങ്ങൾ വരുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇനി നാളെയാണ് ഞങ്ങൾ ബുഡവേയിലേക്ക് പോകുന്നത്. നമ്മൾ തൽക്കാലത്തേക്കൊരു ടാക്സി ഇവിടെ ഓൺലൈനായിട്ട് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഓൺലൈനിൽ കിട്ടിയില്ല, വെബ്സൈറ്റിൽ കണ്ട നമ്പറിൽ. അതെ, ഓൺലൈൻ ഞങ്ങൾ ഈ വീട് ഞങ്ങൾക്ക് തന്ന പുള്ളിക്കാരനെ ഞങ്ങൾ വിളിച്ചപ്പം അവർ ഞങ്ങൾ പറഞ്ഞത്, സോറി ഐ കാൻ ഹെൽപ്പ് യു, ചെക്ക് ഗൂഗിൾ. ഇതാണ് അവർ പറഞ്ഞത്. ഇത്രയും മറുപടിയാണ് അവർ കൃത്യമായിട്ട് തന്നത്. അവർക്ക് ആകെപ്പാടെ കുറച്ച് വേർഡ്സ് മാത്രമേ അറിയത്തുള്ളൂ. അതാണ് അവർ പറഞ്ഞത്. പിന്നെ ഗൂഗിളിൽ നോക്കിയിട്ടാണ് ഞങ്ങൾക്കൊരു ഗോ മൊണ്ടിനീഗ്രോ എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിന്ന് ഒരു നമ്പർ കിട്ടിയത്. അതിൽ മെസ്സേജ് അയച്ച് അവരാണ് ഈ 85 യൂറോസിന്റെ കാർ ഞങ്ങൾക്ക് പറഞ്ഞത്. പക്ഷെ അത് വരുമോ എന്ന് അറിയത്തില്ല, എന്താകും നാളത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയത്തില്ല. നാളെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അതെ അതെ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ ആദ്യം എന്ത് ചെയ്തു, അൽബേനിയയിൽ, അതായത് ചിരാനയിൽ വന്ന് നേരെ മോണ്ടിനെഗ്രോയിൽ വന്നു. അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. അതെ, ഞങ്ങൾ ആക്ച്വലി ചെയ്തത് ഞങ്ങളുടെ അത്ര ഒരു ട്രാവൽ ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഈ ട്രാവൽ മൊത്തം ചെയ്തിട്ട് മോണ്ടിനെഗ്രോയിൽ വന്നിട്ട് ഞങ്ങള് കമ്പാരിറ്റീവ്ലി അൽബേനിയയെക്കാട്ടിലും കൂടുതൽ ഇച്ചിരി കൂടെ നല്ലത് എക്സ്പെക്ട് ചെയ്തത് മോണ്ടിനെഗ്രോ ആണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഞങ്ങൾ മോണ്ടിനെഗ്രോയിൽ വന്നത്. ഇവിടെ ഒരു 2 ദിവസത്തെ സ്റ്റേ, അത് കഴിഞ്ഞിട്ട് ബാക്കി ഉള്ള 3 ദിവസം അൽബേനിയയിൽ. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ അത് ഒരു ചെറിയ രീതിയിൽ ഫ്ലോപ്പ് ആയിപ്പോയി. ബിക്കോസ് ട്രാവൽ എല്ലാം കൂടെ ആദ്യം വന്ന കാരണം ഞങ്ങളുടെ ഈ ഫസ്റ്റ് ഡേ, അതായത് ഡേ ടൈം ഫുൾ ഞങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റിയില്ല. ഇവിടെ റെസ്റ്റ് എടുക്കേണ്ടി വന്നു. കാരണം നല്ല രീതിക്ക് എല്ലാവരും ടയേർഡായിരുന്നു, മര്യാദയ്ക്കൊന്നും ഉറങ്ങാനോ. കാരണം ഞങ്ങൾ വിചാരിച്ചത് ഫ്ലിക്സ്ബസ് നമ്മുടെ യു കെയിലുള്ള ഫ്ലിക്സ്ബസിനെ പോലെ വലിയ ഇതായിരുന്നു എന്നാണ്. പക്ഷേ ഇതൊരു കുഞ്ഞു ടെമ്പോ ട്രാവൽ പോലത്തെ ഒരു ബസ്. അതിനകത്ത് നമുക്കൊന്ന് ഉറങ്ങാനോ അല്ലെങ്കിൽ അങ്ങനെ റെസ്റ്റ് എടുക്കാനോ ഒന്നും പറ്റിയില്ല. അതുകൊണ്ട് ആരും പ്രോപ്പറായിട്ട് ഉറങ്ങുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യാത്തതുകൊണ്ട് അൽബേനിയയില് ഫസ്റ്റ് ദിവസമെങ്കിലും റൂം എടുത്തിട്ട് പിന്നെ മോണ്ടിനെഗ്രോയിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. പിന്നെ മാത്രമല്ല, ഈ മോട്ടോർവേയില് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പോലൊരു കൺട്രി അല്ല. ഞങ്ങൾ കണ്ടത് വെച്ചിട്ട് അൽബേനിയ ഒരു ഡ്രൈ കൺട്രിയാണ്. പാലക്കാടും കോയമ്പത്തൂരും. നമ്മളൊരു തമിഴ്നാട് ഏരിയയിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന അതേ ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് ഉണ്ടായത്. അറിയില്ല, ഞങ്ങൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലൊന്നും പോയില്ല. ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല കണ്ടിട്ട്. എന്തായാലും ഒറ്റ കാര്യം, യു കെയുടെ ആ ഒരു ലുക്ക് വെച്ച്, യു കെയുടെ ആ ഒരു ഇത് എക്സ്പെക്ടേഷനിൽ നിങ്ങൾ ഇതിനെ കരുതരുത് ഒരിക്കലും. യൂറോപ്പ് എന്നുള്ള ആ ഒരു പിക്ചർ ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. അത് 100% ഷുവർ. ഞങ്ങളത് കണ്ട് അത്ഭുതപ്പെട്ടെന്ന്. ഇതെന്താ സത്യം പറഞ്ഞാൽ നമ്മൾ മദ്രാസിലെത്തിപ്പോയോ എന്ന് വരെ തോന്നിയൊരു നിമിഷം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ വീടുകളും വഴികളും ഒക്കെ കിടക്കുന്നത്. ചെക്ക് ഇൻ ചെയ്തപ്പോൾ നമുക്ക് വിസ കാണിക്കേണ്ടി വന്നില്ലേ? അവിടെയും പേപ്പർ എടുത്തില്ലല്ലോ? ഇല്ല, നമുക്ക് ഈ വിസ നമ്മൾ മൊബൈലിൽ തന്നെ കാണിച്ചു കൊടുക്കണം. ഞങ്ങൾ കുറെ സെറോക്സ് കോപ്പി ആയിട്ടാണ് വന്നത്. 7 പേരുടെയും സെറോക്സ് കോപ്പി പ്രിന്റ് ചെയ്ത് കയ്യിൽ വെച്ചാണ് വന്നത്, ഷെയർ കോഡ് അടക്കം. പക്ഷെ എവിടെയും ഞങ്ങളോട് അത് ചോദിച്ചില്ല. ആദ്യം ഞങ്ങൾ വിസയറിന്റെ അവിടെ കാണിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞത്, ഈ സാധനമേ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഓൺലൈൻ കാണിക്കണം. അവരെന്തെങ്കിലും സംവിധാനം ബോർഡറിലും നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും വന്നത് മൊബൈലില്. അതെ, മൊബൈലില് നെറ്റ് എല്ലാ ബോർഡേഴ്സിലും അവർ വൈഫൈ നമുക്ക് തരുന്നതായിരിക്കും. അവിടെ നിന്ന് കണക്ട് ചെയ്ത് നമുക്ക് ഷെയർ കോഡ് ജനറേറ്റ് ചെയ്ത് അവരെ കാണിക്കാനേ പറ്റത്തുള്ളൂ. പ്രിന്റ് ഔട്ട് കൊണ്ട് യാതൊരു ഉപയോഗവും ഇങ്ങനത്തെ കൺട്രീസിൽ വരുമ്പോഴില്ല. അപ്പോൾ പിന്നെയും പറയാണ്, ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ, ഇതുപോലെ ചെക്കിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾ ഈ വിസ കാണിക്കുക. കാരണം നമ്മുടെ BRP സംഭവം ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ട് ഈ വിസ
പ്ലസ് പാസ്പോർട്ട്, അതാണ് മെയിൻ സംഭവം. BRP ചെക്ക് ചെയ്തതായിരുന്നു. എനിക്ക് തോന്നുന്നു എയർപോർട്ടിലാണ്, ടിരാന എയർപോർട്ടിലാണെന്ന് തോന്നുന്നു BRP എക്സ്പയർഡ് BRP കാണിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഇല്ലാതെ നമുക്ക് വരാൻ പറ്റത്തില്ല. കയ്യിലുണ്ടായിരിക്കണം. കയ്യിൽ ഫിസിക്കലി കയ്യിൽ വേണം. വേറെ എന്താ പറയാ, വേറെ ഉള്ളത് അടുത്ത ഇനിയിപ്പോ നാളെ നമ്മള് വടുവേ പോവാണ്. അപ്പൊ ആ വിശേഷങ്ങൾ നമ്മള് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, നിങ്ങൾ പോകാൻ പോകുന്ന ആളുകളാണെങ്കിൽ താഴെ കമന്റിൽ സെക്ഷനിൽ പറയുക, ഞങ്ങൾ അതിനനുസരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും. കാരണം നമ്മുടെ മിസ്റ്റേക്കുകൾ മറ്റൊരാൾ ആവർത്തിക്കപ്പെടാതിരിക്കാനെങ്കിലും അങ്ങനെ നിങ്ങളൊന്ന് കമന്റിലൊക്കെ ചെയ്യാം. ബൈ 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 ബൈ.